നമസ്കാരം. അസാമിൻ്റെ മണ്ണിൽ വിദ്യാർത്ഥികളെ നേരിട്ട് കാണാനുള്ള രാഹുൽ ഗാന്ധിയുടെ അനുമതി നിഷേധിച്ച ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ശക്തമായ മറുപടി നൽകി അസാമിലെ യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. രാഹുൽ ഗാന്ധിക്ക് അസാമിൽ യൂണിവേഴ്സിറ്റിയിൽ അനുമതി നിഷേധിച്ച ബിശ്വ ശർമ്മയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയും രാഹുൽ ഗാന്ധിയെ കാണാൻ തെരുവോരങ്ങളിലേക്ക് ഓടിയെത്തി അസാമിൽ വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാഹുൽ ഗാന്ധിയെ കാണാനായി രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലുമായി റോഡരികിൽ തടിച്ചുകൂടിയത്. രാഹുൽ ഗാന്ധി എല്ലാവരെയും അഭിവാദ്യം ചെയ്തും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം കളിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുള്ള കനത്ത തിരിച്ചടിയാണ് അസാമിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നൽകിയത്. നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് വിദ്യാർത്ഥികളോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു. രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചത്. വരും നാളുകളിലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ നെറികെട്ട രാഷ്ട്രീയം, വൈരാഗ്യം, പകപോക്കലും എല്ലാം പ്രതീക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു. എന്ത് വന്നാലും എന്ത് പ്രതിസന്ധിയെ നേരിടാനും താൻ സധൈര്യം മുന്നോട്ട് വരുമെന്ന് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് പറഞ്ഞു. വരും നാളുകളിൽ അസാമിൽ വിവിധ വിഭാഗങ്ങളിലെ ജനവിഭാഗങ്ങളുമായി ആശയവിനിമയത്തിനൊരുങ്ങുന്ന രാഹുൽ ഗാന്ധിയെ തടയാനാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ തീരുമാനം. പക്ഷേ ഒരടി പോലും പുറകോട്ട് പോകില്ലെന്നും അസാമിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം ചേർത്ത് നിർത്തുമെന്നും അവർക്കു വേണ്ടി ശബ്ദിക്കുമെന്നും രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു.